ഞാൻ കൃഷ്ണപ്രിയ. ഞാൻ ലാസ്റ്റ് ഇയർ ബെൻസിൽ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഡിഗ്രി ചെയ്തത് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ്. ഞാൻ ഡിഗ്രി ചേർന്നപ്പോൾ തന്നെ എനിക്ക് ജാം എക്സാം വഴി എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഓൺ ഗോയിങ് സമയത്ത് കോച്ചിങ് ഒന്നും എനിക്ക് അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തേർഡ് ഇയറിന് തന്നെ ബെൻസിൽ വഴി കോച്ചിങ് എടുത്ത് IIT അഡ്മിഷൻ കിട്ടി. അങ്ങനെയാണ് ഞാൻ ബെൻസിലിനെ പറ്റി കേട്ടത്. അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ബെൻസിലായിരുന്നു. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ക്ലാസ്സസും അത്രയും ബേസിക്സ് മുതലായിരുന്നു അവർ എടുത്തു തുടങ്ങുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ അവരാണെങ്കിൽ ഒരു 15 to 16 hours ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അപ്പൊ തന്നെ അവരോട് ചോദിക്കാവുന്നതായിരുന്നു. പിന്നെ പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് അത്ര സീരിയസ് ഒന്നും അല്ലായിരുന്നു. പഠിക്കുമായിരുന്നു. പക്ഷെ വീക്കെൻഡ്സിലൊക്കെ ഫാമിലിനോട് പുറത്തു പോവാ, സിനിമയ്ക്ക് പോവാ, അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞാൽ കുറച്ച് സീരീസ് കാണുക, അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റംഷാ സാർ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മുടെ മാർക്കിൽ വല്ലാത്ത വേരിയേഷൻസ് ഉണ്ട്, ചില എക്സാമിന് നല്ല മാർക്ക് ഉണ്ട്, ചില എക്സാമിന് മാർക്കില്ല. അപ്പം ഇനി മുതൽ എല്ലാ ദിവസവും സാറിന് പഠിക്കുന്ന അവേഴ്സ് സാറിന് അപ്ഡേറ്റ് ചെയ്തിട്ട് കിടന്നാൽ മതി എന്ന് സാർ പറഞ്ഞു. അതൊക്കെ ഞാനും അത്ര സീരിയസ് ആക്കി എടുത്തില്ല. പക്ഷെ എങ്ങനെയെങ്കിലും സാറിന് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടക്കാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ചു കാലം അങ്ങനെ പഠിച്ചൊരു ടൈം ടേബിൾ പഠിച്ചു വന്നപ്പോഴാണ് ആ ഒരു ഹാർഡ് വർക്ക് എന്റെ മാർക്കിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. മാർക്കൊക്കെ നല്ലപോലെ കൂടാൻ തുടങ്ങി. അപ്പൊ എനിക്കും അതൊരു എൻകറേജ്മെന്റ് ആയി. ഞാൻ എന്നിട്ട് സ്ഥിരം എല്ലാ ദിവസവും ആ ഒരു എത്ര അവർ പഠിച്ചു എന്ന് സാറിന് മെസ്സേജ് ചെയ്തിട്ടായിരുന്നു കിടക്കുന്നത്. അപ്പൊ നമ്മളും ഒരു സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ഇത്രയും ദിവസം വർക്ക് ചെയ്തു. അങ്ങനെ 4 months ഞാൻ 13 hours പഠിച്ചിട്ട് സാറിന് റിപ്പോർട്ട് എടുത്തിട്ട് കിടക്കുക. ഒരു ദിവസമാണ് സാർ എന്നോട് പഠിക്കേണ്ടതെന്ന്, നിങ്ങൾ റെസ്റ്റ് എടുത്തോളൂ പറഞ്ഞത്. അത് ജാം എക്സാമിന്റെ തലേ ദിവസമായിരുന്നു. അത് രാവിലെ തന്നെ സാർ മെസ്സേജ് അയച്ചു, എന്താ ഇന്ന് റെസ്റ്റ് എടുത്തോളൂ, ഇന്ന് 13 hours പഠിക്കേണ്ടെന്ന്. പക്ഷെ നമുക്ക് തലേന്ന് അങ്ങനെ പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ബെൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഹോസ്റ്റലായിരുന്നു. എന്റെ വീട് ഈ ക്യാമ്പസിന്റെ വളരെ അടുത്താണ്. അപ്പോ ഞാൻ ഫസ്റ്റ് ഒന്ന് ഹോസ്റ്റലിൽ നിൽക്കാൻ പ്രിഫർ ചെയ്തിരുന്നില്ല. അപ്പൊ റംഷാദ് സാർ എന്നോട് കമ്പൽസറി ആയിട്ട് ഹോസ്റ്റലിൽ നിൽക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഫസ്റ്റ് 1-2 months ഒക്കെ ഞാൻ എല്ലാ വീക്കെൻഡ്സിലും വീട്ടിൽ പോവുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട് സർക്കിളും, പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ CSIRന്റെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനൊരു വളരെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇവിടെ എല്ലാ മന്തിലും ഓരോരോ പ്രോഗ്രാംസ് ഉണ്ടാവും. നമുക്കൊരു കോളേജിൽ നിന്ന് ഇപ്പം നമ്മള് കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ അടിച്ച് പൊളിച്ച് ഇവിടെ വന്നപ്പോൾ നമ്മളൊരു കോച്ചിങ് സെന്ററിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ എത്രത്തോളം അഡാപ്റ്റ് ആവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിലും കോളേജിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പോലെ തോന്നിയിട്ടില്ല. അത്രയും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ഡൗട്ട് ചോദിക്കാനും ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ പഠിക്കുന്നുണ്ട്, അതിനൊപ്പം നമുക്ക് ആ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് റൂംമേറ്റ്സും ചേച്ചിമാരും എല്ലാവരുമായിട്ട് ഒരു ഫാമിലി പോലെയായി. അങ്ങനെ വീട്ടിൽ പോകലൊക്കെ വളരെ റെയർ ആയിരുന്നു. നമ്മള് എക്സാമിന് വരെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു പോയത്. ഞാൻ ഫസ്റ്റ് ജാം എക്സാം എഴുതിയപ്പോൾ എനിക്ക് 100ൽ 10 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബെൻസിൽ വന്നപ്പം റാങ്ക് എക്സ്പെക്ടേഷൻ ഒക്കെ വളരെ കുറവായിരുന്നു. ഒരു 500 റേഞ്ചിൽ വരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു IIT കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഫ്രണ്ട് സർക്കിളും ഒക്കെ എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മുടെ ബെസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അവർ മാക്സിമം എഫേർട്ട് എടുക്കുന്നുണ്ട്. ലൈക്ക് ആ എഫേർട്ട് കാണുമ്പോൾ നമുക്കും നമ്മുടെ മാക്സിമം അതിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നും. അങ്ങനെയാണ് ഈ എക്സാമിന് എനിക്ക് 77 മാർക്ക് ഉണ്ടായിരുന്നു. റാങ്ക് വിചാരിച്ചതിൽ ഒരുപാട് കൂടുതലായിരുന്നു. ജാമിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് പോലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. അപ്പൊ സാർമാരെല്ലാം പറഞ്ഞിരുന്നു 100 ബിലോ ഇത്ര പേര് വരും, 50 ബിലോ വരും. പക്ഷെ അപ്പൊ പോലും നമ്മൾ ഒരിക്കലും ഇത്രയും നല്ലൊരു റാങ്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം 70 എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഒരിക്കലും വിചാരിക്കാത്ത ഒരു റാങ്കാണ്. അപ്പം റിസൾട്ട് വന്ന സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാനിവിടെ കോച്ചിങ് എടുത്ത് കുറച്ച് ഒരു 2-3 months കഴിഞ്ഞപ്പം സാറ് വിളിച്ചിട്ട് എനിക്ക് ഒരു പേപ്പറിൽ എഴുതി തന്നു 25 എന്ന് വെച്ചാൽ 25 റാങ്ക് വരണം എന്നുള്ള ഇതില്. പക്ഷെ അപ്പൊ ഞാനത് ഭയങ്കര സില്ലി ആയിട്ട് എടുത്തു. സാറ് പറഞ്ഞു, ഇത് നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ ഒട്ടിച്ച് വെക്കണം, എന്നിട്ട് അതെന്നും കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനത് ഒട്ടും സീരിയസ് ആക്കി എടുത്തതും ഇല്ല. ഞാനത് ആരും കാണാതെ എന്റെ ടേബിളിന്റെ ഉള്ളിൽ വെച്ച് ആരും കാണിക്കേണ്ട, അത് കാണിച്ചാൽ മോശമല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ റിസൾട്ട് വന്ന സമയത്തിലേക്ക് എനിക്ക് ആ ഒരു റാങ്ക് കണ്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത് അതാണ്. ബെൻസിൽ വന്നപ്പോൾ ഏതെങ്കിലും ഒരു IIT അഡ്മിഷൻ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചത്. പക്ഷെ റിസൾട്ട് വന്നപ്പം എല്ലാ IITസിലും അഡ്മിഷൻ കിട്ടാനുള്ള ഒരു റാങ്ക് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഡൗട്ടായി, എവിടെ പോകണം, ബോംബെ പോകണോ, മദ്രാസ് പോകണോ, അല്ലെങ്കിൽ IISc പോകണോ. അങ്ങനെ നമ്മുടെ സാർമാരോട് ഇങ്ങനെ ഈ ഡൗട്ട് പറഞ്ഞപ്പം അവർ പറഞ്ഞു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാമ്പസ് എല്ലാം വിസിറ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടിഫർ പോയി, IIT ബോംബെ പോയി, IISc പോയി, അവിടുത്തെ ലൈഫും അവിടുത്തെ ക്യാമ്പസും എല്ലാം കണ്ട് അത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് ആ ക്യാമ്പസും പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിനോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റി. IIScയിലാണെങ്കിലും നമ്മൾ തന്നെ സീനിയേഴ്സ് ഉണ്ട് അവിടെ, ബെൻസിൽ തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയാനൊക്കെ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ IIT ബോംബെയിലാണെങ്കിൽ നമ്മൾ അവിടുന്ന് ലാബ് വിസിറ്റ് ചെയ്തു, ക്ലാസ് റൂം വിസിറ്റ് ചെയ്തു, ലൈബ്രറി വിസിറ്റ് ചെയ്തു.
നമ്മൾ IISc നിന്നും IIT ബോംബെ നിന്നും മെസ്സിലെ ഫുഡ് വരെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. പിന്നെ റംഷാദ് സാറും ഇജാസ് സാറും ആണെങ്കിലും രണ്ടുപേരും IIT മദ്രാസിലെ അലൂമീസ് ആണ്. അപ്പൊ അവർക്ക് അവിടെയൊക്കെ കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു 5 to 6 days മൊത്തം ആ ട്രിപ്പിലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ലൈഫും ആ ഒരു എല്ലാം നമുക്ക് അത്രയും ഇതിലൊന്ന് നമ്മൾ പോകുന്നതിന്റെ മുന്നേ തന്നെ നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്ക് കിട്ടി, അന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അവരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും എപ്പോഴും ക്യാമ്പസിലുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഒരു പ്രൗഡ് ആവുന്ന ഒരു റിസൾട്ട് അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. ഇനി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നിങ്ങൾ ഈവൻ സെക്കൻഡ് ഇയറിനോ തേർഡ് ഇയറിനോ നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ എല്ലാവരും ഇനി നന്നായിട്ട് വർക്ക് ചെയ്യുക. ജാം എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഫ്രണ്ട്സിനും ഓൾ ദി ബെസ്റ്റ്.